ചേട്ടാ, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പം നമ്മൾ വന്നേക്കണത് ഇപ്പോൾ ഇൻട്രോയും കാണുമ്പോൾ വിചാരിക്കും പള്ളി കണ്ടപ്പോൾ ഇതൊന്നും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുക്കാനുള്ള വിചാരിച്ചാൽ പിന്നെയാണ് പെട്ടെന്നാണ് വീഡിയോ എടുക്കാം എന്ന് ചോദിച്ചത്. അപ്പോൾ അതാണ് വണ്ടി, നമ്മുടെ പോളോ 1.2 MP ആണ് വണ്ടി. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി യൂസ് ചെയ്യുന്ന വണ്ടി കേട്ടോ. അപ്പോൾ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വണ്ടി ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ആവണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഓൾറെഡി വണ്ടീൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അന്ന് ചെറിയ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ ഒരു കാര്യം ഉണ്ട്, അത് പിന്നെ മാറാം, കുറച്ച് എമൗണ്ട് കൂടിയതായ കാരണം അത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് വിട്ടതാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവണില്ല, EPC വൺലാമ്പുണ്ട്, അതിനെ കുറച്ച് കംപ്ലൈൻറ്റ്സ് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് നമുക്ക് ബേസിക്കായിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കി, ഫ്യൂൽ വരുന്നുണ്ടോ, ഇഞ്ചക്ടർ ഇതൊക്കെ നോക്കി, അതൊക്കെ ഓക്കെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല, ഒക്കെ വരുന്നുണ്ട്, ഇഞ്ചക്ട് ആവണതും ഇഞ്ചക്ടറിൻ്റെ സാധനമൊന്നും കുഴപ്പമില്ല, ഫ്യൂലും വരുന്നുണ്ട്, ഒക്കെ ഓക്കെയാണ്. പിന്നെ വണ്ടി ഇങ്ങനെ ക്രാങ്ക് ആവണില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ക്രാങ്ക് ചെയ്തിട്ട് വണ്ടി ഇങ്ങനെ അപ്പം തന്നെ ഓഫായി പോവുക. അപ്പം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ EPC വൺലാമ്പ് മേടിച്ചിട്ട് ഇങ്ങനെ വണ്ടി നമ്മൾ ഓടിക്കണ റണ്ണിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വണ്ടി പെട്രോൾ കിട്ടാത്ത പോലെ മിസ്സിങ്ങും അങ്ങനെ ഒരു ഫീൽ വന്ന് നിൽക്കണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ ഓടിച്ചു, അവൻ തിരക്കലായിട്ട് പിന്നെ ഒരു സമയത്ത് പള്ളിയിൽ പോയപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ലോക്ക് ആവുന്നത്, അതായത് വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ നമ്മൾ പോയി നോക്കി, ഇപ്പോൾ മാക്സിമം എന്തെങ്കിലും കാണിച്ചിട്ട് ഓടിച്ച് നമ്മുടെ ഗാരേജിലേക്ക് എത്തിക്കാൻ പോയി നമ്മൾ മാക്സിമം കുറേ നോക്കി, ഒന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും ഇനി സ്കാൻ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഇതിൻ്റെ ഓൾറെഡി ഞാൻ മുന്നേ നമ്മൾ നോക്കിയപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് മുന്നേ നോക്കിയാൽ ത്രോട്ടർ ബോഡി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ത്രോട്ടർ ബോഡി സ്റ്റാറ്റിക് ഫോൾട്ട് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മുടെ ഒറിജിനലിന് നല്ലൊരു എമൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മൾ കിറ്റ് വിട്ടതാണ്. പിന്നെ റണ്ണിങ് കുറേ മാസങ്ങളോളം ഓടി വണ്ടി കുഴപ്പമൊന്നുമില്ലാണ്ട് പിന്നെ ഇപ്പോൾ വീണ്ടും വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കണം ഇനി ത്രോട്ടൽ ബോഡി കംപ്ലൈൻറ്റ് ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ സ്കാൻ ചെയ്യാനായിട്ട് നമ്മുടെ ഗാരേജിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ RCയിലാണ് കൊണ്ടുപോകണം, അതായത് നമ്മുടെ ക്രെയിൻ സർവീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ വണ്ടി കൊണ്ടുവരണം, അല്ലാണ്ട് ഇനി വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും സ്കാനിങ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ ഗാരേജിൽ കൊണ്ടുപോകണം. അപ്പോൾ അതിനാണ് സംഭവം. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി കംപ്ലൈൻറ്റ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഷോറൂമല്ല നമ്മുടെ ഗാരേജിൽ എത്തിയിട്ട് അവിടെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് എന്താ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതാണ് സംഭവം. നമ്മുടെ നേരെ നമുക്കിനി പോവാണ് നമ്മുടെ ഗാരേജിക്ക്. അപ്പോൾ ചേട്ടാ, അപ്പോൾ നമ്മൾ വണ്ടി ക്രെയിനിൽ പാർസ്, അതായത് നമ്മൾ ഇങ്ങനെ റിക്കവറി വാനിൽ കൊണ്ടുപോകാൻ പോകണം. നമ്മൾ കുറേ നോക്കി ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ റിക്കവറി വാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിക്കവറി വാൻ വിളിച്ചിട്ട് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കുറേ നോക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട്, പക്ഷെ ഒന്നും നടന്നില്ല. അതായത് ഞാൻ അവിടെ പോയി സ്കാൻ ചെയ്തിട്ട് എന്താ ഫോൾട്ട് എന്ന് നോക്കണം, എന്നാലാണ് നമുക്ക് ഇനി പറയാൻ പറ്റുള്ളൂ എന്ത് കംപ്ലൈൻ്റ് എന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ വെച്ചു. അപ്പോൾ നമ്മുടെ ചേട്ടനെ വിളിച്ചു, അപ്പോൾ നമ്മൾ റിക്കവറി വാൻ കൊണ്ടുണ്ട്. പിന്നെ അത് കയറ്റി നമുക്ക് ഇനി നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ചേട്ടാ. അപ്പോൾ നമ്മൾ ഫുള്ള് കയറ്റി അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഫ്രണ്ട് മാത്രം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ, ഇവിടെ അടുത്ത കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ള് ലിഫ്റ്റ് ചെയ്ത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഫ്രണ്ട് മാത്രം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാണ്. അപ്പോൾ നമുക്കറിയേണ്ട ചേട്ടനാ. അപ്പോൾ നമ്മൾ വേഗം തന്നെ വിളിച്ചു, നമ്മൾ കുറേ നോക്കി, എങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വണ്ടി നോക്കി കൊണ്ടുപോകാൻ കുറേ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടക്കണില്ല. ഇപ്പോൾ എന്തായാലും ഇനി അവിടെ കൊണ്ട് സ്കാൻ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ തന്നെ കുറച്ച് പ്രശ്നമുണ്ട് വണ്ടിക്ക്, ഓൾറെഡി ത്രോട്ടൽ ബോഡിയൊക്കെ ചെറിയ കംപ്ലൈൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫോൾട്ടൊക്കെ ഞാൻ നോക്കിയത്, അപ്പോൾ അന്ന് നോക്കിയപ്പോൾ മാറാനുള്ളതുണ്ട്. അപ്പോൾ തൽക്കാലം അന്ന് ഒക്കെ സെറ്റ് ചെയ്ത് വിട്ട അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അന്ന് കുറേ നാൾ ഓടി, പിന്നെ കുറച്ച് മാസങ്ങളൊക്കെ അങ്ങനെ പോയി. ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അറിയില്ല, ഇപ്പം നോക്കണം. ഇപ്പം നാളെ പോയിട്ട് വേണം നമുക്ക് ഇനി സ്കാൻ ചെയ്തിട്ട് കറക്റ്റ് എന്താ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഇന്നത്തെ കയറ്റിക്കൊണ്ടിരിക്കുക സംഭവം ഇതാട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഗാരേജിലെത്തി. ഇപ്പോൾ അതേ വണ്ടി നമ്മൾ ഇറക്കാണ്, ഇപ്പോൾ അവിടെ കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കണം. ഇപ്പോൾ രാത്രി ആയില്ലോ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗാരേജ് അടച്ചു നമ്മൾ. അപ്പോൾ എന്തായാലും ഇനി നാളെ മോർണിംഗ് സ്കാൻ ചെയ്തിട്ട് എന്താ നോക്കണം, എന്താ ശരിക്കും ഫോൾട്ടും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സംഭവം. അപ്പോൾ ഞാനിതിപ്പോൾ ഔട്ടർ എടുക്കണത് വർക്ക്ഷോപ്പിൽ വന്നിട്ട് പിറ്റേ ദിവസമായിട്ട് എടുക്കണം, രാത്രിയല്ല. അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്തിട്ട് വേണം എന്താ കാര്യങ്ങളെന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ നമ്മൾ എന്താ കംപ്ലൈൻറ്റ് എന്നൊക്കെ നോക്കി എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ നോക്കണം, നമുക്ക് ഇനി ചെക്ക് ചെയ്യണം. വണ്ടി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, വണ്ടി ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമാണ് അത് എടുക്കണത് ഔട്ടർ ഞാൻ. അപ്പോൾ നമുക്കിനി ബാക്കി എന്താണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അത് ശരിക്കും അത് ഭയങ്കര മിസ്സിങ് അങ്ങനെയൊക്കെ പറഞ്ഞു. ത്രോട്ടൽ ബോഡി ഫോൾട്ട് കിടക്കുന്നുണ്ട്, പക്ഷേ ത്രോട്ടൽ ബോഡി മാത്രമല്ല എന്ന് തോന്നുന്നു, വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കറക്റ്റ് അറിയാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് നമ്മൾ പോളയ്ക്ക് പറ്റിയ ഫോൾട്ടും കാര്യങ്ങളും എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇങ്ങനത്തെ കുറേ വീഡിയോസായിട്ട് നമ്മൾ വരണതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കറക്റ്റ് കംപ്ലൈൻറ്റും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്.